ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. സോ 6.9 അപ്ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളത് അപ്ഡേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ 6.9.0യുടെ വീഡിയോ ഞാൻ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. സോ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലെ ഫീച്ചറായ ഗിഫ്റ്റ് വൗച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ഗിഫ്റ്റ് വൗച്ചേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും. അതായത് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പിൽ നിന്നോ നമ്മളൊരു എമൗണ്ടിന് ഒരു വൗച്ചർ വാങ്ങുന്നു. ആ വൗച്ചർ നമ്മൾക്ക് ആർക്കാണോ ഗിഫ്റ്റ് കൊടുക്കേണ്ടത് അവർക്ക് ആ വൗച്ചർ കൊടുക്കുന്നു. സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വൗച്ചർ ഉപയോഗിച്ചിട്ട് ഈ ഓൺലൈൻ സൈറ്റുകളിലോ അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പിലോ പോയിട്ട് ആ തുകയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഇതാണ് ഒരു ഗിഫ്റ്റ് വൗച്ചർ എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മളിത് ബർത്ത്ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റിലൊക്കെയാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കോ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഓൺലൈനായിട്ടാണെങ്കിൽ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ കമ്പനികൾ, ബുക്ക് മൈ ഷോ തുടങ്ങിയ കമ്പനികളുടെയൊക്കെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പം റീറ്റെയിൽ ഷോപ്പുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൊമിനോസ്, അതുപോലെ തന്നെ കല്യാൺ ജ്വല്ലറി, ഇങ്ങനെ നിരവധി റീറ്റെയിൽ ഷോപ്സ് ഇപ്പോൾ ഗിഫ്റ്റ് വൗച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഒരു ഡിഫിക്കൽട്ടീസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ കമ്പനിയുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഷോപ്പിലോ പോയിട്ട് വേണം ഇത് വാങ്ങാൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു പ്ലേസ് ചിന്തിച്ച് നോക്കുക, അവിടെ ഈ എല്ലാ കമ്പനികളുടെയും ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് അവൈലബിൾ ആവുന്ന ഒരു മാർക്കറ്റ് പ്ലേസ്. സോ അതാണ് ഫെഡ് മൊബൈലിൽ ഇപ്പം ഗിഫ്റ്റ് വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൻ്റെ അടിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫെഡ് മൊബൈലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് വൗച്ചേഴ്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ഡൊമിനോസിൻ്റെയും കല്യാൺ ജ്വല്ലറിൻ്റെ അങ്ങനെ സകല ഗിഫ്റ്റ് വൗച്ചേഴ്സ് പ്രൊവൈഡേഴ്സിൻ്റെയും വൗച്ചറുകൾ നമുക്ക് ലഭ്യമാണ്. അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. സോ പിന്നീട് അവർക്കത് ക്ലെയിം ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതുമാണ്. ഇതാണ് ഫെഡ് മൊബൈലിലെ ഗിഫ്റ്റ് വൗച്ചർ എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ഫെഡ് മൊബൈൽ വഴി ഈ ഒരു ഗിഫ്റ്റ് വൗച്ചർ പർച്ചേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് നമ്മുടെ റിസീവറിൻ്റെ, അതായത് നമ്മൾ ആർക്കാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്കിത് എങ്ങനെയാണ് കിട്ടുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. സോ പോകാം വീഡിയോയിലേക്ക്. ഇതിനായിട്ട് ആദ്യം ഫെഡ് മൊബൈൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഹോം പേജിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രാവൽ ആൻഡ് ഗിഫ്റ്റ് വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ്. അതിൻ്റെ അവിടെ നമുക്ക് നാലാമത്തെ ഒരു ഐക്കണായിട്ട് ഗിഫ്റ്റ് വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ ആയി വന്നിരിക്കുന്ന പേജിൽ എക്സ്പ്ലോർ ബൈ കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് വൗച്ചേഴ്സിനൊക്കെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ്റ് വൗച്ചേഴ്സ്, ഇ-കോം ആൻഡ് അതേഴ്സ്, ട്രാവൽ ആൻഡ് ലെയ്ഷർ, ബ്യൂട്ടി ആൻഡ് ഫാഷൻ, ഫുഡ് ആൻഡ് ഗ്രോസറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള വൗച്ചേഴ്സിനൊക്കെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് കാറ്റഗറിയിലുള്ള വൗച്ചറാണോ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യേണ്ടത് ആ കാറ്റഗറി ക്ലിക്ക് ചെയ്തിട്ട് വൗച്ചേഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിന് തൊട്ട് താഴെയായിട്ട് പോപ്പുലർ ഗിഫ്റ്റ് കാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ആമസോൺ പേ ഇ ഗിഫ്റ്റ് കാർഡ്, ബുക്ക് മൈ ഷോ ഗിഫ്റ്റ് കാർഡ്, ഡൊമിനോസ്, അതുപോലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഗിഫ്റ്റ് കാർഡ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മളിന്ന് ചെയ്തു വെക്കാൻ പോകുന്നത് ആമസോൺ പേയിൻ്റെ ഒരു ഇ ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ ഒരു സുഹൃത്തിന് കൊടുക്കാൻ പോവുകയാണ്. സോ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അതിനായിട്ട് ആമസോൺ പേ ഈ ഗിഫ്റ്റ് കാർഡ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സോ ആമസോൺ പേ ഗിഫ്റ്റ് കാർഡിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഇതുപോലൊരു പേജാണ് വരുന്നത്. ഇവിടെ താഴെ വാലിഡിറ്റി 1 year ആണ് കാണിക്കുന്നത്. ഡെലിവറി ഇൻസ്റ്റൻ്റ് ആണ്, അതായത് നമ്മൾ ഈ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്കൊരു ഗിഫ്റ്റ് കാർഡ് കൈ കിട്ടുന്നതാണ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് വുഡ് യു ലൈക്ക് ടു ഗിഫ്റ്റ് എന്നാണ്. എത്ര എമൗണ്ട് ആണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. സോ ഞാനിവിടെ ഒരു 500 രൂപ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. സോ അതിൻ്റെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതൊക്കെ നോക്കാവുന്നതാണ്. അതിനുശേഷം സെൻഡ് ആസ് എ ഗിഫ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ബൈ ഫോർ സെൽഫ്, നമുക്ക് തന്നെ വേണ്ടിയിട്ട് നമുക്ക് ഗിഫ്റ്റ് വൗച്ചർ വാങ്ങാവുന്നതാണ്. സോ ഞാനിവിടെ സെൻഡ് ആസ് എ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ക്ലിക്ക് ചെയ്യുന്നത്. സോ ഇപ്പം റിസീവർ നെയിം എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. അവിടെ നമ്മൾ ആർക്കാണോ ഈ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നത് അവരുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ ഞാനിവിടെ എൻ്റെ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഈ ഗിഫ്റ്റ് വൗച്ചർ വാങ്ങുന്നത്. പുള്ളിയുടെ പേര് അടിച്ചു, അവരുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് SMS ആയിട്ടായിരിക്കും ഈ ഗിഫ്റ്റ് വൗച്ചർ അയച്ചു കൊടുക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ എൻ്റർ റിസീവേഴ്സ് ഇമെയിൽ ID അടിച്ചു കൊടുക്കണം. ഈ ഇമെയിൽ IDയിലേക്കും ഈ ഗിഫ്റ്റ് വൗച്ചർ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് താഴെ മെസ്സേജ് ഫോർ റിസീവർ എന്നൊരു ഓപ്ഷൻ കാണാം. അതായത് എന്തെങ്കിലും ഒരു മെസ്സേജ് കൺവേ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് അയച്ചു കൊടുക്കാവുന്നതാണ്. സോ ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്, ഞാൻ അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ഡിയർ ബഡ്ഡി എന്ന് പറഞ്ഞ് ഒരു ഇമോജി എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. പ്രൊസീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ സെൻഡർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതായത് ആരാണ് അയച്ചു കൊടുക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. സോ ഞാനിവിടെ എൻ്റെ പേരും ഡീറ്റെയിൽസും മൊബൈൽ നമ്പറും എൻ്റെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം പ്രൊസീഡ് ടു റിവ്യൂ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റിവ്യൂ ഓർഡർ വന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യത്തിൻ്റെ ഒരു റിവ്യൂ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പേ സെക്യൂർലി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇപ്പോൾ നമുക്കവിടെ ടോട്ടൽ എമൗണ്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ കണക്റ്റഡ് അക്കൗണ്ട്സ്, ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ SB അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ ഏത് അക്കൗണ്ട് നിന്നാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് ആ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം MPIN എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ട്രാൻസാക്ഷൻ ഇൻ പ്രോഗ്രസ് എന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഓർഡർ സ്റ്റാറ്റസ് പേജ് വന്നിട്ടുണ്ട്. ഇവിടെ കൺഫേമിംഗ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു
യെല്ലോ കളറിൽ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പേയ്മെൻറ്റ് കൺഫേം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗിഫ്റ്റ് കാർഡ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓർഡർ ID അതുപോലെ ഡേറ്റ്, ഗിഫ്റ്റ് കാർഡ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ആ പേജിൽ കൊടുത്തിട്ടുണ്ട്. സോ ഏകദേശം 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർഡർ സക്സസ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. സോ അതിനർത്ഥം ഗിഫ്റ്റ് കാർഡ് സബ്മിഷൻ ആയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹത്തിനും അതുപോലെ തന്നെ എനിക്കും ഇമെയിലായിട്ടും മെസ്സേജായിട്ടും വന്നിട്ടുണ്ടാവും. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഞാൻ അയച്ചു കൊടുത്തിരിക്കുന്ന വ്യക്തി എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇമെയിലിൻ്റെ ഒരു വീഡിയോ എടുത്ത് അയച്ചിട്ടുണ്ട്. അതാണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. സോ ഇതുപോലൊരു മെയിലാണ് അദ്ദേഹത്തിന് പോയിരിക്കുന്നത്. ഡിയർ കസ്റ്റമർ, കൺഗ്രാജുലേഷൻസ്, യു റിസീവ്ഡ് ആമസോൺ ഗിഫ്റ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താഴെ അതിൻ്റെ കാർഡ് എമൗണ്ടും അതുപോലെ തന്നെ ഒരു ഇമേജൊക്കെ കൊടുത്ത്, അതുപോലെ തന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന മെസ്സേജ് ഹാപ്പി ബർത്ത്ഡേ ഡിയർ ബഡ്ഡി എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഗിഫ്റ്റ് കാർഡ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്, കാർഡിൻ്റെ പിൻ നമ്പർ, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഓൾറെഡി ക്ലെയിംഡ് ആണ്. അതുകൊണ്ടാണ് ഞാനിത് ഓപ്പണായിട്ട് കണ്ട ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സോ ഇതുപോലൊരു മെസ്സേജ് നമ്മൾ ആർക്കാണോ ഗിഫ്റ്റ് കൊടുക്കുന്നത് അവർക്ക് പോകുന്നതാണ്. അവർക്ക് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഓൺലൈനായിട്ട് ഇത് ക്ലെയിം ചെയ്ത്, ഇതുപോലെ എനിക്കും ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്. അതൊന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതാണ്. സോ എനിക്ക് ഇതുപോലൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഡിയർ കസ്റ്റമർ, ആമസോൺ പേ ഗിഫ്റ്റ് കാർഡ് വർത്ത് എമൗണ്ടിങ് Rs500 ഹാസ് ബീൻ സക്സസ്ഫുള്ളി സെൻഡ് ടു ഹരികൃഷ്ണൻ. സോ ആ പേരാണ് നമ്മൾ കൊടുത്തിരുന്നത്. സോ നമ്പർ ഓഫ് ഗിഫ്റ്റ് കാർഡ്സ് 1 ആണ്. അതുപോലെ തന്നെ എമൗണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് 500 ആണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കും ഇമെയിലായിട്ട് വന്നിട്ടുണ്ട്. സോ ഇതുവരെ വളരെ സിമ്പിളായിട്ട് ഫെഡ് മൊബൈൽ വഴി നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തിന് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ഇടാവുന്നതാണ്. ഞാനതിന് റിപ്ലൈ തരുന്നതുമാണ്. സോ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.